ശുക്ര. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് ജീവിതത്തിൽ എന്തുമാകട്ടെ എല്ലാവർക്കും പറയാൻ പറ്റൂല. ഈ അൽഹംദുലില്ലാ എന്ന നാവിൽ നിന്ന് വരാൻ എല്ലാ മുസ്ലിമിനും പറ്റൂല. അത് പറയണമെങ്കിൽ ഈമാൻ ഉണ്ടാകണം. അത് ഈമാനുള്ളവന്റെ വായിന്നേ വരൂ. എല്ലാവർക്കും പറയാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തു പ്രയാസം വന്നാലും, ദുഃഖവും ദുരിതവും എന്തും വരട്ടെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരും, ദുഃഖങ്ങൾ വരും, ദുരിതങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. എല്ലാം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നീ അൽഹംദുലില്ലാ പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മകന്റെ റൂഹ് പിടിച്ചു മലക്കുകൾ. നിന്റെ മകൻ മരിച്ചുപോയി. ആ മനുഷ്യൻ നിന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ ആകാശത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, അവന്റെ കരളിന്റെ കഷ്ടത്തെ പിടിച്ചുകൊണ്ട് വന്നപ്പോ ഓൻ എന്താ പറഞ്ഞേന്ന്. അള്ളാഹു അപ്പോഴും ചോദിക്കുന്നത്, അവൻ എന്താ പറഞ്ഞേ? അപ്പോഴും അള്ളാഹുവിനോട് മലക്കുകൾ പറയുന്ന, പടച്ചവനെ, അവൻ നിന്നെ സ്തുതിക്കുകയാണ്. അപ്പോഴും അവൻ നിന്നെ സ്തുതിക്കുകയാണ്. അവിടെ അൽഹംദുലില്ലയാണ് പറഞ്ഞതെന്ന് പറയുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു കൊട്ടാരം പണിയാറ് വെമ്പായം ടൗണിലുള്ള ചെറുപ്പക്കാരാ, അള്ളാഹു പറയുന്ന സ്വർഗത്തിൽ ഒരു വീട് പണിയാൻ. എന്നിട്ട് ആ വീടിന്റെ പേര് വെക്കുകയാണ് ബൈത്തുൽ ഹംദ്. അത് ബൈത്തുൽ ഹംദ് എന്ന പേര് വെക്കുകയാണ്. ആ വീട് ആർക്കുള്ളതാണെന്നറിയുമോ? ആ അൽഹംദുലില്ലാ പറഞ്ഞവനുള്ളതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നാവിന്റെ തുമ്പിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു ശുക്റിന്റെ വാചകമുണ്ടല്ലോ, അത് എല്ലാവർക്കും കടന്നു വരുന്നതല്ല. ജീവിതത്തിൽ എന്തോ പ്രയാസമാകട്ടെ, മാരകമായ രോഗമാകട്ടെ, എന്തെല്ലാം പ്രതിസന്ധികളാകട്ടെ, എന്ത് പ്രയാസം ജീവിതത്തിൽ കടന്നു വന്നാലും അത് പറയാ കഴിയണം സഹോദരാ. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല.